ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി മുഖം കഴുകാനായിട്ട് ഫേസ് വാഷ് ഒന്നും വാങ്ങിക്കേണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു സോപ്പിൽ ചെറിയൊരു മാറ്റം മാത്രം വരുത്തി നോക്കൂ, നല്ലൊരു റിസൾട്ടാണ്. ശരിക്കും ഇതിൻ്റെ റിസൾട്ട് ഞെട്ടിക്കും എന്ന് തന്നെ പറയാം കേട്ടോ. അതായത് എനിക്ക് ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഇറിറ്റേഷനൊക്കെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇതുപോലെ ചെയ്ത് നോക്കി ഇപ്പോൾ നല്ലൊരു റിസൾട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഷെയർ ആക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൂടെ വന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യും. മുഖം തിളങ്ങാനായിട്ട് ഒരു മാജിക് റെമഡി ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ഒരാഴ്ചയൊക്കെ യൂസ് ആക്കിയതിന് ശേഷം നിങ്ങൾ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അത്രയും ഉറപ്പായിട്ടും ഇതിന് റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. പിന്നെ നമ്മളിത് എങ്ങനെ യൂസ് ആക്കേണ്ടത് എല്ലാം തന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പച്ചരി എടുത്തിട്ടൊന്ന് കഴുകി എടുത്തതിന് ശേഷം ഒരു കോട്ടനൊക്കെ വെച്ചിട്ടൊന്ന് ഒപ്പി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് മിക്സിയിലടിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ തന്നെ നൈസായിട്ട് നമ്മളപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ അതല്ലെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിലുള്ള നൈസായിട്ടുള്ള അരിപ്പൊടി എടുത്താലും മതി. അപ്പോൾ അത് 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കുറഞ്ഞ ചിലവിൽ മുഖം തിളങ്ങാനായിട്ട് ഉള്ള ഒരു മാജിക് ടിപ്പ് തന്നെയാണ് കേട്ടോ അരിപ്പൊടി എന്ന് പറയുന്നത്. നിറം വർദ്ധിപ്പിക്കുക മാത്രമല്ല, മുഖത്തെ ചുളിവുകൾ മാറാനായിട്ട്, കറുത്ത പാടുകളൊക്കെ മാറ്റിയിട്ട് കൊളാജൻ ഉൽപാദനത്തെ വർദ്ധിപ്പിക്കാനായിട്ടും മുഖത്തെ തിളക്കം നിലനിർത്താനും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറാനായിട്ടും ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന വിറ്റാമിൻ ഇയുടെ ഒരു ടാബ്ലറ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഈ മുഖക്കുരു വന്നിട്ടുള്ള പാടുകളൊക്കെ മാറാനായിട്ടും പിന്നെ പ്രായത്തിൻ്റെ ചുളിവുകളൊക്കെ അതൊക്കെ മാറ്റാനായിട്ട് നല്ലൊരു ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പം അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് അലോവേര ജെല്ലും കൂടെ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മുഖം നല്ലപോലെ തിളങ്ങാനായിട്ടും പിന്നെ സോഫ്റ്റൊക്കെ ആവാനൊക്കെ ആയിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണല്ലോ. പിന്നെ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് റോസ് വാട്ടർ 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് സ്വല്പം ഒരു ലൂസാക്കിയിട്ട് തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്റർ അങ്ങനെ ശരിയാക്കി എടുക്കുക കേട്ടോ. പിന്നെ എങ്ങനെയാണ് യൂസ് ആക്കേണ്ടതെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിപ്പം പുറത്തൊക്കെ പോയി വരുമ്പോഴുള്ള സൺ ടേണൊക്കെ മാറ്റാനായിട്ട് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ പിയേഴ്സ് സോപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പകുതി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ബാലൻസ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ എടുത്തിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് അത് അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമ്മൾ എടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ തന്നെ ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് സ്വല്പം സമയം എടുത്തെങ്കിലും നല്ലപോലെ തന്നെ മെൽറ്റായി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു മെൽറ്റായി വരുന്ന ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ ഈ ഒരു നമ്മൾ മിക്സാക്കി വെച്ചിട്ടിരുന്ന ഈ ഒരു ബാറ്റർ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് സമയം തന്നെ നമ്മൾക്ക് ഇതുപോലെ ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ മുഖത്ത് ഉള്ള ഈ ഓപ്പൺ ഹോൾസൊക്കെ നമ്മൾ ക്ലോസ് ആവാതായിട്ട് നല്ലപോലെ തന്നെ ഇത് ക്ലീൻ ആക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഖക്കൂര് ഒന്നും വരുന്നില്ല കേട്ടോ. നല്ലപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുഖത്തും ശരീരത്തിലൊക്കെ നമ്മൾ ഒരേ സോപ്പ് യൂസ് ചെയ്യാനായിട്ട് നല്ലത് ഇതുപോലെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇത് തേക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 1-2 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മുഖമൊക്കെ കഴുകുമ്പോഴത്തേക്ക് നമ്മൾ 1-2 മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് നമ്മൾ കഴുകിയെടുക്കാനായിട്ട് നോക്കുക. പിന്നെ നമ്മൾ ശരീരത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ നമ്മൾ സോപ്പ് തേച്ചതിന് ശേഷം കഴുകിയെടുത്താൽ നല്ലപോലെ തന്നെ ക്ലീൻ ആവും കേട്ടോ.